ലോക കേരള സഭ ബഹിഷ്കരിച്ചതിൽ പ്രതിപക്ഷത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രതിപക്ഷത്തിന്റെ ദുർവാശി എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. അനുഭവത്തിൽ കാര്യങ്ങൾ മാറി വന്നെങ്കിലും പ്രതിപക്ഷം നിലപാട് മാറ്റുന്നില്ല. ലോക കേരള സഭയുടെ ഗുണങ്ങൾ വകവെച്ചു കൊടുക്കില്ല എന്നാണ് ചിലരുടെ നിലപാടെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. നേരത്തെ ചിലർ ഇതിനെ പരിഹരിച്ചുവെങ്കിൽ അവരുടെ അനുഭവത്തിൽ കാര്യങ്ങൾ മാറി വന്നെങ്കിലും ചിലർ നിലപാട് മാറ്റുന്നില്ല എന്നത് നമുക്ക് കാണാൻ സാധിക്കും. വകവെച്ചു കൊടുക്കില്ല എന്ന അവസ്ഥ എന്തിനാണ് അത്തരമൊരു ദുർവാശി എന്നത് എത്ര ആലോചിച്ചാലും മനസ്സിലാക്കാൻ കഴിയില്ല. പക്ഷേ ഒരു മാറ്റം കാണാൻ കഴിയും. നേരത്തെയുള്ള അത്ര കഠിനമായ എതിർപ്പ് ഇപ്പോ ഇല്ല എന്ന് പറഞ്ഞാൽ അതും ഒരു ഭാഗത്ത് ശരിയാണ്. അതിൽ പാലോട് വിവരങ്ങളുമായി അതിൽ ഇപ്പോൾ ലോക കേരള സഭയിൽ കാലങ്ങളായി പ്രതിപക്ഷം പങ്കെടുക്കാറില്ല. ഇന്നലെ വീണ്ടും മുഖ്യമന്ത്രി അതിൽ വിമർശനം ഉയർത്തുകയാണോ? എന്താണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ? വളരെ പ്രധാനമാണ്. ലോക കേരള സഭ ഇത്തവണയും ബഹിഷ്കരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ പ്രഖ്യാപിച്ചിരുന്നു. പ്രതിപക്ഷം എംഎൽഎമാരൊന്നും പങ്കെടുക്കുന്നില്ല. സാധാരണ നിലയിൽ നിയമസഭയിലെ എംഎൽഎമാരെല്ലാം ലോക കേരള സഭയിൽ പങ്കെടുക്കേണ്ടതാണ്. പ്രതിപക്ഷത്തിന്റെ ബഹിഷ്കരണത്തെ വിമർശിക്കുകയാണെന്ന് ലോക കേരള സഭയിൽ മുഖ്യമന്ത്രി ചെയ്തത്. പ്രതിപക്ഷം ലോക കേരള സഭ ബഹിഷ്കരിക്കുകയാണ്. പ്രതിപക്ഷ നിലപാട് ദൌർഭാഗ്യകരമാണ്, സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി തുടങ്ങുന്നത്. അനുഭവത്തിൽ കാര്യങ്ങൾ മാറി മാറി വരുന്നുണ്ട്. പക്ഷേ അവർ നിലപാട് മാറ്റുന്നില്ല. പ്രതിപക്ഷം നിലപാട് മാറ്റുന്നില്ല. ലോക കേരള സഭയിൽ പങ്കെടുക്കുന്നവരെ മോശമായ രൂപത്തിൽ പരിഹസിക്കുന്ന വിമർശനങ്ങളും നമ്മൾ കേട്ടിരുന്നു. ലോക കേരള സഭയുടെ അംഗീകാരത്തിന് ഇതുകൊണ്ട് ഒരു കുറവും സംഭവിച്ചിട്ടില്ല എന്നും ലോക കേരള സഭയുടെ ഗുണങ്ങൾ വകവെച്ചു കൊടുക്കില്ല എന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാടെന്നും മുഖ്യമന്ത്രി വിമർശിക്കുകയാണ്. പ്രതിപക്ഷം എന്തിനാണ് ഇങ്ങനെ ദുർവാശി കാണിക്കുന്നത് എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല എന്നുകൂടി മുഖ്യമന്ത്രി പറയുന്നു. നേരത്തെ ഉണ്ടായിരുന്ന അത്ര കഠിനമായ എതിർപ്പ് ഇപ്പോഴില്ല എന്നുള്ളതാണ് ഒരു മാറി വന്ന കാര്യം. അത് സത്യമാണെന്ന് കൂടി മുഖ്യമന്ത്രി പറയുന്നു. ഏതായാലും പ്രതിപക്ഷത്തിന്റെ ബഹിഷ്കരണത്തിനെതിരെ ലോക കേരള സഭയുടെ വേദിയിൽ തന്നെ പ്രതിപക്ഷത്തെ വിമർശിച്ചുകൊണ്ട് മുഖ്യമന്ത്രി രംഗത്തെത്തിയിരിക്കുകയാണ്. സ്മൃതി. ശരി, അതിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്.